ഹലോ ഗൈസ്, ഐ എം അമ ആൻഡ് ദിസ് ഇസ് മൈ ഫസ്റ്റ് ലോങ് വീഡിയോ ഓൺ മൈ യൂട്യൂബ് ചാനൽ. അപ്പോ നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് ബുക്ക് മാർക്സ് ചെയ്തെടുത്താലോ. അടിപൊളിയാണ്, പിന്നെ ചെയ്യാനായിട്ട് അത്ര ബുദ്ധിമുട്ടില്ല, പിന്നെ കാണാനും നല്ല ഭംഗിയായിരിക്കും. ഡൂഡിൽ ആൻഡ് ഡ്രാഫ്റ്റിന്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ, ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ലൈക്കും മറക്കണ്ട. ഈ ബുക്ക് മാർക്സ് ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായമൊക്കെ കമന്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കണ്ട. ബുക്ക് മാർക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് കട്ടിയുള്ള ഒരു ചട്ടയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ഇതിൽ സ്കെയിലിനെക്കാട്ടിലും കുറച്ചും കൂടി വലിയ അളവിലായിട്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 4 ചെറിയ ബുക്ക് മാർക്കും അതുപോലെ തന്നെ 4 വലിയ ബുക്ക് മാർക്കുമാണ് ചെയ്യുന്നത്. ഇതിന്റെ എണ്ണം കൂട്ടിയ കുറക്ക് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസിലൊക്കെ പേര് വരാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഈ വീഡിയോയുടെ താഴെയായിട്ട് സ്വീറ്റ് ആയിട്ട് എന്തെങ്കിലും കമന്റ് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ പേരും കൂടി കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു 500 സബ്സ്ക്രൈബേഴ്സിൽ ഒരു കുഞ്ഞു ഫാമിലി ആവാൻ നമുക്ക് പറ്റും. അപ്പൊ എല്ലാവരും സപ്പോർട്ടും ആവശ്യമാണ്. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇപ്പൊ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള പീസസിന്റെ എഡ്ജസ് ഒക്കെ ഇതുപോലെ കർവ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണം. അത് ഓപ്ഷണൽ ആണ്, പക്ഷെ ഇങ്ങനെ കർവ് ചെയ്ത് കട്ട് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഫസ്റ്റ് തന്നെ ഞാൻ ഇവിടെ ചെറിയ ബുക്ക് മാർക്സ് ആണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ബുക്ക് മാർക്കിന്റെ പീസിൽ നിന്ന് ഒരു പീസ് എടുക്കുക. എന്നിട്ട് അതിൽ റെഡ് ബ്രഷ് പെൻ വെച്ചിട്ട് കുറച്ച് സ്ട്രോബെറീസിന്റെ ഷേപ്പാണ് ഞാൻ വരച്ചു കൊടുക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇനിയും നല്ല അടിപൊളി ബുക്ക് മാർക്സിന്റെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീഡിയോസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. നെക്സ്റ്റ് ഒരു ബ്ലാക്ക് പെൻ എടുക്കുക. എന്നിട്ട് സ്ട്രോബെറീസിന്റെ മുകളിലായിട്ട് ഇതുപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കണം കേട്ടോ. നെക്സ്റ്റ് ഡാർക്ക് ഗ്രീൻ എടുക്കുക. സ്ട്രോബെറിയുടെ മുകളിലായിട്ട് വരുന്ന ലീഫ് പോലത്തെ സംഭവമാണ് ഞാനിപ്പോൾ വരയ്ക്കുന്നത്. ഇനിയിപ്പോൾ ഡാർക്ക് ഗ്രീൻ അല്ലെങ്കിലും ലൈറ്റ് ഗ്രീൻ ആണെങ്കിലും നല്ല രസമുണ്ടായിരിക്കും കാണാനായിട്ട്. നെക്സ്റ്റ് ബ്ലാക്ക് ഇങ്ക് എടുക്കുക. എന്നിട്ട് ഈ സ്ട്രോബെറിനെ ഓവറോൾ ഒന്ന് ഔട്ട്ലൈൻ ചെയ്തെടുക്കണം കേട്ടോ. സ്ട്രോബെറീസിന്റെ ഷേപ്പും അതുപോലെ തന്നെ അതിന്റെ ലീവ്സിന്റെ ഷേപ്പും ഒക്കെ എടുത്ത് കാണിക്കുന്ന രീതിയിൽ നല്ല രീതിക്ക് ഒന്ന് ഔട്ട്ലൈൻ ചെയ്തെടുക്കുക. ആൻഡ് ഹിയർ ദ ഫസ്റ്റ് ബുക്ക് മാർക്ക് ഈസ് റെഡി. ഇത് എങ്ങനെയുണ്ട് എന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കണ്ട. ദെൻ ബുക്ക് മാർക്ക് നമ്പർ 2. ഇത് ചെയ്യാനായിട്ട് ഭയങ്കര സിമ്പിൾ ആണ്, 2 മിനിറ്റ് പോലും ആവശ്യമില്ല. ഡാർക്ക് ബ്ലൂ ബ്രഷ് പെൻ എടുത്തിട്ട് ഇതുപോലെ ക്ലൗഡ്സ് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിനുള്ളിലായിട്ട് ലൈറ്റ് ബ്ലൂ ഒന്ന് ഫിൽ ചെയ്ത് കൊടുത്താൽ മതി. അബദ്ധവശാൽ ആ ക്ലിപ്പ് ഒന്ന് എൻ്റെ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്, സോ സോറി ഫോർ ദാറ്റ്. ബട്ട് അതിൽ കൂടുതലായിട്ടൊന്നുമില്ല, ക്ലൗഡ്സിനകത്തായിട്ട് ലൈറ്റ് ബ്ലൂ ഒന്ന് ഫിൽ ചെയ്ത് കൊടുത്താൽ മതി. ദെൻ ടെസ്റ്റ് നമ്പർ 3. ഇതും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്ക് മാർക്കാണ്. ആക്ച്വലി നമ്മൾ ചെയ്യുന്ന എല്ലാ ബുക്ക് മാർക്കും ഭയങ്കര സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. ബട്ട് അതിന്റെ എസ്തെറ്റിക് ലുക്ക് കാണുമ്പോൾ ഇത്രക്കും സിമ്പിൾ ആണെന്ന് ആരും വിചാരിച്ചില്ല. അപ്പോൾ അതായത് ബ്ലാക്ക് ഇങ്ക് വെച്ചിട്ട് ഇതുപോലെ ലീവ്സ് ഒക്കെ അങ്ങോട്ട് വരച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ഈ ലീഫ് ഒന്നും ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലീഫ് ചൂസ് ചെയ്തിട്ട് അങ്ങോട്ട് വരച്ചു കൊടുക്കുക. ദെൻ നെക്സ്റ്റ് പരിപാടി ഈസ് കളറിംഗ്. ഞാൻ ഇവിടെ ഒരു ലൈറ്റ് ഗ്രീൻ ആണ് കൊടുക്കുന്നത്. ഈ സെയിം ഷെയ്ഡ് ഗ്രീൻ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ സ്കെച്ചിലൊക്കെ അവൈലബിൾ ആവുന്ന കളർ കൊടുത്താൽ തന്നെ അടിപൊളിയായിരിക്കും. ഇതും ആക്ച്വലി സ്കെച്ച് ഒന്നും അല്ല, ഇതൊരു ഹൈലൈറ്റർ ആണ്. ബട്ട് ഇതിന്റെ ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ അത് കൊടുക്കുന്നത്. നെക്സ്റ്റ് ബ്ലാക്ക് ഇങ്ക് എടുക്കുക. ഈ ലീഫിന്റെ നടുവ് കൂടെ ഇതുപോലെ ഇങ്ങനെ ലൈൻ ഇട്ടു. ലൈനി മീൻസ് ഇലയുടെ തണ്ട് എന്നൊക്കെ പറയും തോന്നുന്നു, ഐ ഡോണ്ട് നോ ഗൈസ്. എന്തായാലും സംഭവം മനസ്സിലായില്ലേ? അതന്നെ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടെന്ന് പറയാൻ മറക്കണ്ട. ദെൻ ചെസ് നമ്പർ 4. ഇതും വളരെയധികം സിമ്പിൾ ആണ്. പിന്നെ ഈ സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ എസ്തെറ്റിക് ബുക്ക് മാർക്കിന്റെ ഐഡിയാസ് നിങ്ങളെ ഫ്രണ്ട്സിനും കൂടി അയച്ചു കൊടുക്കുകയും ഓലും കാണട്ടെ എന്ന്. ഇത്രക്കും സിമ്പിൾ ആവും നിങ്ങൾ വിചാരിച്ചു. അതായത് ഒരു ഓറഞ്ച് സ്കെച്ച് പെയിൻ എടുക്കുക, ഇതുപോലെ ഹാർട്ട്സ് വരച്ചു കൊടുക്കുക. എന്താണ് സീനല്ലേ? അങ്ങനെ ഹാർട്ട്സ് ഒക്കെ വരച്ച് ചെയ്യുമ്പോഴേക്കും നമ്മുടെ 4ാമത്തെ ബുക്ക് മാർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബൈ ദ വൈ അഭിപ്രായം മുഖ്യം ബിഗിലേ. ദെൻ നെക്സ്റ്റ് കാറ്റഗറിയിലെ കോഡ് നമ്പർ 1. സോറി ചെസ് നമ്പർ 1. അപ്പോ ടേക്ക് യെല്ലോ ബ്രഷ് പെൻ ആൻഡ് ഡ്രോ ഫ്ലവേഴ്സ് ലൈക്സ് ദിസ്. അതായത് രമണ, മഞ്ഞ ബ്രഷ് പെൻ എടുക്കുക, വീഡിയോയിൽ കാണുന്ന പോലെ ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ഈ ഫ്ലവേഴ്സ് ഒന്നും ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമുള്ള ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കും. എന്തായാലും ഫ്ലവേഴ്സ് ആയാൽ മതി. ദെൻ ഫ്ലവേഴ്സിന് തണ്ട് വരച്ചു കൊടുക്കാനായിട്ട് ലൈറ്റ് വച്ചെടുക്കുക. ദെൻ ഡ്രോ 3 ലൈൻസ് ലൈക്സ് ദിസ്. അതായത് എല്ലാ പൂക്കും തണ്ടങ്ങോട്ട് വരച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ തണ്ട് മാത്രം ആക്കാണ്ട ഒരു 3 ഇലയും കൂടി വരച്ചെടുക്കുക. ഈ പച്ചക്ക് പകരം നിങ്ങൾക്ക് ഡിഫറെന്റ് ഷെയ്ഡ് പച്ചെടുക്കാം. ബട്ട് ഈ പച്ചയുടെ രസം വേറൊരു പച്ചക്ക് കിട്ടും എന്ന് എനിക്ക് തോന്നണില്ല. ബൈ ദ വൈ ഈ 3 ലീഫും കൂടി വരക്കലിന് സംഭവം സെറ്റാണ്. എങ്ങനെയുണ്ട്? ദെൻ കാറ്റഗറി നമ്പർ 2 ചെസ് നമ്പർ 2. ടേക്ക് ഡിഫറെന്റ് കളേഴ്സ് ആൻഡ് പുട്ട് ഡോട്ട്. അതായത് ഇഷ്ടപ്പെട്ട കുറച്ച് കളേഴ്സ് എടുക്കുക, ഇതുപോലെ ഡോട്ട് ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ ഒരു 4 കളർ ചൂസ് ചെയ്തിരിക്കുന്നു. സെയിം കളർ തന്നെ ചൂസ് ചെയ്യണമെന്നില്ല, പക്ഷേ ചൂസ് ചെയ്യുമ്പോൾ കുറച്ച് ലൈറ്റ് കളേഴ്സ് ആകുമ്പോൾ ഒന്നും കൂടെ ഭംഗിയുണ്ടാവും. ലൈക്ക് ദിസ്. മഞ്ഞ പച്ച വയലറ്റ് പിങ്ക്, ഇതുകൊണ്ട് എല്ലാം കൂടെ കുത്തിട്ടിട്ട് ബ്ലാക്ക് ഇങ്ക് എടുക്കുക. യു ക്യാൻ ഡു ഇറ്റ്. കറുപ്പിച്ചങ്ങടെ ഇരിക്കും. പിന്നെ ആ ബാക്ക്ഗ്രൗണ്ട് കടന്ന് കളിക്കുന്ന വെയിലിന് നിങ്ങൾക്ക് ഒരു ശല്യം ആവുന്നുണ്ടെങ്കിൽ ഐ എം റിയലി സോറി ഗൈസ്. അതായത് ഇപ്പോഴല്ല, വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും ബാക്ക്ഗ്രൗണ്ട് നന്നായിട്ട് വെയിലിന്റെ ഒരു ശല്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊന്നും കൂടി സോറി ചോദിച്ചും കൊണ്ട് നമുക്ക് നമ്മുടെ പരിപാടി കിടക്കാം. യു ക്യാൻ ഡു ഇറ്റ് എന്നുള്ളത് ഈ ബ്ലാക്ക് കൊണ്ട് തന്നെ എഴുതണമെന്ന് യാതൊരു നിർബന്ധമില്ല. ബട്ട് ബ്ലാക്ക് കൊണ്ട് എഴുതി കഴിഞ്ഞാൽ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. പിന്നെ യു ക്യാൻ ഡു ഇറ്റിന് പകരം വേറെ വല്ല കോഡ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അറിയുന്നുണ്ടെങ്കിൽ അത് എഴുതി കൊടുക്കാവുന്നതാണ്. എന്തെഴുതി കൊടുത്താലും ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു സംഭവം ആകുമ്പോൾ അടിപൊളിയായിരിക്കും. അപ്പോൾ അഭിപ്രായം പോരട്ടെ. ദെൻ കാറ്റഗറി 2 ചെസ് നമ്പർ 3. ആ ബാക്ക്ഗ്രൗണ്ടിൽ കടന്ന് കളിക്കുന്ന സൂര്യനെക്കാട്ടിലും തിളങ്ങുന്ന സൂര്യനെയാണ് ഇപ്പൊ നമ്മൾ വരക്കാൻ പോകുന്നത്. എന്താണ്, ശരിയല്ലേ? ശരിയാണ്, ശരിയാവും. ഇനി ഒരു സ്കെയിലും പെൻസിലും യൂസ് ചെയ്തിട്ട് സണ്ണിന്റെ 4 പുറം ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കണം. എന്താണ് വരക്കണം എന്നുള്ളത് ഇപ്പൊ കളർ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇതാ ഈ ഒരു സാധനമാണ് നമ്മൾ വരച്ചത്. ഇനി ഓറഞ്ച് കളർ എടുക്കുക, അതിന് ഫുൾ ആയിട്ട് ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുക. ഈ ഓറഞ്ച് കളർ ചൂസ് ചെയ്തതിന് പകരം വേണമെങ്കിൽ യെല്ലോയും ചൂസ് ചെയ്യാം. അതായത് സണ്ണ് നോർമലി നമ്മൾ വരക്കുന്നത് യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ച് കളറിലാണ്. യെല്ലോനേക്കാട്ടിലും ഭംഗി ഓറഞ്ചിനേക്കാരും. അപ്പോൾ ഇത് കളർ ചെയ്ത് കഴിഞ്ഞതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണണേ. അതുപോലെ തന്നെ ലൈക്കും ഈ ബുക്ക് മാർക്സിനൊക്കെ പറ്റിയിട്ടുള്ള അഭിപ്രായം താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. വൈദവേ നമ്മുടെ സൂര്യൻ ഇസ് കംപ്ലീറ്റ് ഉണ്ട്. കമന്റ് ചെയ്യും. ദെൻ കാറ്റഗറി നമ്പർ 2 ലാസ്റ്റ് 1ഉം 4th 1ഉം ആയിട്ടില്ല. ചെസ് നമ്പർ 4 ചെയ്യാനായിട്ട് വെറും ഒരു ബ്ലാക്ക് പെൻ മതി. ബ്ലാക്ക് പെൻ എടുക്കുക, ഇതുപോലെ പാറ്റേൺസ് അങ്ങോട്ട് വരച്ചു
കൊടുക്കുക ആൻഡ് അതിനകത്തായിട്ടൊന്ന് കളർ ഫില്ല് ചെയ്ത് കൊടുക്കുക. വെറും ബ്ലാക്കിലല്ലാതെ വേറെ ഡിഫറെന്റ് കളേഴ്സ് ഒക്കെ ചൂസ് ചെയ്തിട്ട് ഈ പാറ്റേൺ കളർ ചെയ്തേ ഞാൻ കണ്ടിട്ടുണ്ട്. ബട്ട് എനിക്ക് ബ്ലാക്ക് ആണ് ഇഷ്ടമായത്, അതുകൊണ്ടാണ് ഞാൻ ഈ ബ്ലാക്ക് ഇതിൽ ചൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇപ്പൊ നമ്മൾ പാറ്റേൺസിനകത്തായിട്ടാണ് ബ്ലാക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അതല്ലെങ്കിൽ പാറ്റേൺസിന് പുറത്താണ് ബ്ലാക്ക് ഫില്ല് ചെയ്യുന്നുണ്ടെങ്കിലും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവല്ലോ. ചെറുപ്പത്തിലൊക്കെ നമ്മൾ പഠിക്കുന്ന ബുക്കിൽ ഉണ്ടാവുന്ന പശുവിന്റെ പ്രിന്റ് ആണ് ഈ ഒരു പാറ്റേൺ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പാറ്റേൺ പശു പാറ്റേൺ എന്ന് കൂടി വിളിക്കാം. അപ്പോ വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തലാണ്, നിങ്ങളുടെ പേര് വീഡിയോയിൽ ഒരു ആഗ്രഹമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ താഴെയായിട്ട് സ്വീറ്റ് ആയിട്ട് എന്തെങ്കിലും കമന്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പേരും കൂടി കമന്റ് ചെയ്യുക. അപ്പോഴേക്കും നമ്മുടെ ലാസ്റ്റ് ബുക്ക് മാർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നുണ്ടാക്കിയ 8 ബുക്ക് മാർക്ക്. എക്സാം ടൈമിനൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഫ്രണ്ട്സിന്റെ ഡേ ഷോ കെട്ടാനും ഇത് അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. സോ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. സോ ബൈ ഫ്രണ്ട്സ്.